ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് കുറച്ച് പോർക്ക് ഉണ്ടാക്കിയല്ലോ, വായോ. അപ്പോൾ ഗൈസ് നമുക്ക് അതിനെ നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല പച്ചവെള്ളത്തിൽ എന്ത് കുഞ്ഞുള്ളിയല്ലേ, കുഞ്ഞുള്ളി നല്ല ചോപ്പ് ചെയ്യണം. എൻ്റെ അമ്മ ഇതെന്തോ എവിടേക്കോ തെറിക്കുന്നതാ ഉള്ളി, എൻ്റെ കൈ നിൽക്കുന്നില്ല, എന്താണാവോ എന്തോ. അതാണ്ട ഒന്ന് പോയി. എന്തായാലും നമുക്ക് അറിയാന്നുള്ള ഭാഷയിലൊക്കെ അതിന് ചോപ്പ് ചെയ്യാം. ഇത് കുറേ എടുക്കണം. ഇത് കുഞ്ഞുള്ളിയാണ് ഏട്ടാ, പോർക്കിന് വന്നിട്ട് കുഞ്ഞുള്ളിയാണ് ഇടേണ്ടത്. പച്ചമുളക്, ഇത് എന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെടാഞ്ഞതാണോ എന്തോ അറിയത്തില്ല, പുല്ല് മുറിയണമില്ല. നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണോ വീട്ടിൽ ഇങ്ങനെ കുക്ക് ചെയ്യണത്? കൊള്ളാമോ? എൻ്റെ ബുദ്ധി എൻ്റെ കുഴപ്പമല്ല, ഇത് കത്തിയുടെ കുഴപ്പമാണ്. എന്നിട്ട് ഒരു പീസ് ജിഞ്ചർ ഇടണം. ജിഞ്ചർ കുറച്ചധികം ഇടണം കേട്ടോ, ജിഞ്ചറും ഗാർലിക്കൊക്കെ, എന്നാലും നല്ലതായിരിക്കും. എന്നിട്ട് ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, കുക്കറിനെ ചൂടാക്കിയിട്ട് കുക്കർ നല്ല ചൂടാക്കിയിട്ട് കുറച്ച് കോക്കനട്ട് ഓയിലാണ് മോസ്റ്റ്ലി കുക്കിംഗ് വന്നിട്ട് കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കണം. എന്നിട്ട് കുറച്ച് മസ്റ്റാർഡ് ഇട്ട് കൊടുക്കണം. പുല്ല് പൊട്ടുന്നില്ല, എന്തോ അടേ നല്ല ചൂടാ. കറിവേപ്പിലേക്ക് കുറച്ച് കറിവേപ്പില, എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന മറ്റേ ഗാർലിക് പേസ്റ്റ് റെഡിയാക്കിയിരിക്കുന്ന ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് ബ്രൗണിഷ് കളറാവുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇപ്പോൾ ഇടുമെന്ന് അറിയത്തില്ല, ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെന്നെ ഫോളോ ചെയ്തുപോലൊക്കെ നല്ലതുപോലെ ബ്രൗണിഷ് കളറാവുന്നു. നല്ലപോലെ ബ്രൗണിഷ് അല്ല, കുറച്ച് ബ്രൗണിഷ് ആവുന്ന വരെ ഇളക്കി കൊടുക്കണം. അതിനെ ഉള്ളി കുറച്ച് ഇട്ട് കൊടുക്കാം. നിങ്ങളിതൊക്കെ വീട്ടിലൊക്കെ ട്രൈ ചെയ്യണം കേട്ടോ. ഐ എം എ ഷെഫ്. നല്ലതുപോലെ ഇളക്കി കൊടുക്കും. പക്ഷേ കുറച്ച് എണ്ണയുടെ കുറവുണ്ടോ എന്നൊരു ഡൗട്ട്. ശരി, നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകും. ഒരു പാൻ ചൂടാക്കിയിട്ട് നമ്മുടെ കുറേ മല്ലിയില, പിന്നെ ഗരം മസാല, നമ്മളെ മറ്റേ മുളക്, മഞ്ഞൾ, ഇത് ഇത്രയും നല്ലതുപോലെ ചൂടാക്കണം കേട്ടോ. എല്ലാം ബ്രൗണിഷ് കളറാവുന്ന വരെ ഇങ്ങനെ നല്ലപോലെ ചൂടാക്കണം. നമുക്ക് ആവശ്യത്തിന് മതി കേട്ടോ, നമ്മുടെ എരിവ് അനുസരിച്ചൊക്കെ യൂസ് ചെയ്യണം. ഞാനൊക്കെ നല്ല സ്പൈസി ആയിട്ട് കഴിക്കും. അപ്പോൾ നല്ല കുറച്ചിങ്ങനെ ഇളക്കി കൊടുക്കണം, കിണ്ടി കൊടുക്കണം. കുറച്ച് സ്പൈസി ആയിരിക്കണം. പോർക്ക് കുറച്ച് സ്പൈസി എരിവുള്ളതാണ് നല്ലത് കേട്ടോ. എന്നാലും കുറച്ച് കേട്ടാ ബ്രൗണിഷ് കളറായി. അപ്പോൾ ഇത് ഈ ഒരാൾ ലെവലിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എടുക്കണം അതിൻ്റെ പരുവത്തിൽ. എന്നിട്ട് നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ മസാലക്കൂട്ട് നമ്മൾ ഒനിയനൊക്കെ ചോപ്പ് വെച്ചിട്ടില്ലേ അതിലിട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അവിടെ കളർ കണ്ടോ, കളറ് പോർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ല ഡാർക്ക് കളറായിരിക്കണം കേട്ടോ. ഇങ്ങനെ ഒരുമാതിരി വെളുത്തിട്ട് പിടിച്ച കളറിന് ടേസ്റ്റ് ഇരിക്കത്തില്ല. നല്ല കുറച്ച് ഡാർക്ക് കളറായിരിക്കണം. എന്നിട്ട് പോർക്കിട്ട് കൊടുക്കണം. പോർക്കിട്ട് ആവശ്യത്തിന് വെള്ളം, ഒത്തിരി വെള്ളം എടുക്കില്ല. നമുക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വരട്ടിയെടുക്കുമ്പോൾ എടുക്കാനാണ് കേട്ടോ. ഒത്തിരി വെള്ളം ഒഴിക്കല്, എന്നാലും കുറച്ച് സാറ്റിട്ട് ഇതുപോലെ ഇങ്ങനെ കൂടി നിൽക്കണം. വെള്ളം ഒഴിക്കണം, നല്ല കുക്കാവണം. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് ചെയ്യണം. ചെറിയ ഇതിൽ വെക്കണം, ചൂടിൽ ചെറിയ ഇതിൽ തോതിൽ കുക്ക് ചെയ്യണം. ആവശ്യത്തിന് സാധനം അങ്ങനെ ചെറിയ തോതിൽ കുക്ക് ചെയ്യണം. വേണ്ട വെള്ളം കണ്ട ഇത്രയും വെള്ളം വയ്ക്കാവും. എന്നിട്ട് ചെറിയ തോതിൽ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടി എന്താവും കണ്ട, ഇങ്ങനത്തെ ഈ ഒരു പരുവത്തിലെത്തും. ഇങ്ങനെ ഒത്തിരി വെള്ളം പോലെ ഇരിക്കത്തില്ല, ഗ്രേവി കണ്ട, ഇങ്ങനെ കുറച്ച് കണ്ടിട്ടുള്ള ഗ്രേവി. എങ്ങനെയുണ്ട് കാണാൻ? എങ്ങനെയുണ്ട്? ഭംഗിയില്ലേ? കാണാൻ ഭംഗിയൊന്നുമില്ല, നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെച്ചാൽ കണ്ട. എപ്പിടാ ഫുഡൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യും കൂടെ, പച്ച നെയ്യും ആഡ് ചെയ്തു, എന്നാലേ വേറെ ടേസ്റ്റ്. ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ കുക്കിംഗ് ഒക്കെ കണ്ടല്ലോ, എല്ലാവരും നോക്കിയിട്ട് ട്രൈ ചെയ്യണം. ഷെഫ് ബെനി ഷെഫ്, ഓക്കെ. കണ്ടല്ലോ, റെഡ് കളർ റൈസും കുത്തരി റൈസ്, പരിപ്പ് കറിയും, നെയ്യ്, പോർക്ക്, മൈ ഫേവറേറ്റ് പോർക്ക്. അപ്പം ഫുഡ് ടേസ്റ്റ് ചെയ്യാം. വേറെ ലെവൽ. ഞാൻ കുക്ക് ഷെഫ്. അപ്പം അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ ബൈ.